ഇതുവരെ നമ്മൾ അട്ടപ്പാടിയെ കുറിച്ച് അട്ടപ്പാടിക്കൊന്നും കിട്ടിയിട്ടില്ല ശരിക്കും. ഭരണം മൊത്തം താഴെയാണ്. LDF ആയാലും UDF ആയാലും. നമ്മൾ ആരെ കുറ്റപ്പെടുത്താൻ നമ്മൾ വോട്ട് ചോദിക്കാൻ അവർ വോട്ട് ചോദിച്ചാൽ അവർ പോവും. ചോദിക്കാനല്ല വരുന്നുള്ളൂ, അതിന് ശേഷം വരുന്നുണ്ടെന്നല്ല നോക്കണേ. ഇത്ര 10 വർഷമായില്ലേ, അവർക്ക് ചോദിച്ചു നോക്കി എന്താ ചെയ്തതെന്ന്. നിങ്ങൾ മീഡിയക്കാരല്ലേ, നിങ്ങൾ ചോദിച്ചു നോക്കി എന്താ ചെയ്തതെന്ന്. നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ഞങ്ങളെക്കാട്ടും കൂടുതൽ അവർ വോട്ട് ചോദിക്കാൻ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ബൈക്കിലാണോ അതോ കാറിലാണോ വന്നതെന്നറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റോഡിൻ്റെ ശോചനാവസ്ഥ അല്ലെങ്കിൽ അട്ടപ്പാടിക്ക് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ നിങ്ങൾ മണ്ണാർക്കാട് നോക്കും, അതേ മണ്ഡലത്തിലാണല്ലോ. അവിടെ എന്താ വികസനം, അത് ഇതും നമ്മളെ മാറ്റം എന്ന് വെച്ചു. ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് അട്ടപ്പാടിക്കാണ്. ആ ഫണ്ട്, ഈ ഫണ്ട് എവിടെ പോയെന്ന് നിങ്ങൾ അന്വേഷിക്കുക. അത് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഫണ്ട് ഇവിടേക്കാണ് വിനിയോഗിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്ന ഏരിയ ഇതാണ്, അട്ടപ്പാടിയാണ്. അപ്പോൾ ആ ഫണ്ട് എവിടെ പോകുന്നത്, ഒരു പകുതി ഭാഗം പോലും ഇവിടുത്തെ ജനങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു ഇപ്പോൾ ബൈക്കിന് വരികയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗവും ബൈക്കിൻ്റെ സർവീസും കാര്യങ്ങളായിട്ട് പോകും. ഇപ്പോൾ ശമ്പളത്തിലൊരു 15-20 ശമ്പളമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് പിന്നെ വീട്ടിലേക്കുള്ള ചിലവ്, ഹോസ്പിറ്റലിലെ ചിലവ്. ഇതപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കുറേ മെറ്റലിട്ടിട്ടുണ്ട് ഇവിടെ റോട്ടിൽ. നിങ്ങൾ വരുമ്പോൾ കാണാം കുറേ മെറ്റലിട്ടുണ്ട്. അതൊക്കെ പോയി മറിഞ്ഞു വീഴും. അപ്പോൾ എത്ര പേര് മറിഞ്ഞു വീഴുമെന്ന് അറിയില്ല. അതൊരു ജസ്റ്റ് ടാറിങ് പോലെ ഇടാൻ അവർക്ക് പറ്റുന്നില്ല. ഉപദ്രവമായി മാറി. ഇത് ജനങ്ങളെ ഉപദ്രവിക്കുകയാണ്. അത് വേറെ എന്തിനാ ചെയ്യണം. നമുക്ക് നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ചെയ്യുന്നൊരു കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇതുണ്ട്. നമുക്കത്ര